ഹായ്, ഇത് കർണാടകയിലെ ശ്രാവണബെലഗോളയിലെ വിന്ധ്യഗിരി കുന്ന്. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഏകശില പ്രതിമയായ ഗോമതേശ്വര പ്രതിമ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടിവാരത്തു നിന്നും 700 പടികൾ കയറി വേണം ഇവിടെ എത്താൻ. കർണാടകയിലെ ഹസൻ ജില്ലയിലെ ഒരു പട്ടണമാണ് ശ്രാവണബെലഗോള. ഇവിടുത്തെ ഗോമതേശ്വര ബാഹുബലി പ്രതിമ ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. വിന്ധ്യഗിരി, ചന്ദ്രഗിരി മലനിരകളാൽ സ്ഥിതി ചെയ്യുന്ന ശ്രാവണബെലഗോള ഭഗവാൻ ബാഹുബലിയുടെ ഏകശിലാരൂപത്താൽ സംരക്ഷിതമായ 2300 വർഷത്തെ ജൈന പൈതൃകത്തിന്റെ ഈ ആസ്ഥാനം നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും ഒരു യഥാർത്ഥ കാഴ്ചയാണ്. AD 981 ഗംഗാ യോദ്ധാവായ ചാമുണ്ഡരായൻ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഈ ഭീമാകരമായ ഗോമതേശ്വരനിലെ ശാന്തതയും കൃപയും സമചിത്തതയും കൊത്തിവെച്ചിരിക്കുന്നത് കാണുന്നത് അതിശയകരമാണ്. ക്രോധവും കോപവും ഇല്ലാത്ത മഹത്തായ ശക്തിയുടെ ആശയത്തെ പ്രതിമ പ്രതിഫലിപ്പിക്കുന്നു. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരന്റെ രണ്ടാമത്തെ പുത്രനാണ് ഗോമതേശ്വര എന്നറിയപ്പെടുന്ന ബാഹുബലി. ജൈനരുടെ ആദ്യ തീർത്ഥങ്കരനായ ആദിത്യന്റെ രണ്ടാമത്തെ പുത്രനായിരുന്നു. ആദിനാഥിന് അവിശ്വസനീയമായ 100 പുത്രന്മാരുണ്ടായിരുന്നു. ആദിനാഥ് തന്റെ രാജ്യം വിട്ടുപോയപ്പോൾ സഹോദരങ്ങളായ ഭരതനും ബാഹുബലിയും ആധിപത്യത്തിനു വേണ്ടി പോരാടി. ഭരതനെതിരായി ബാഹുബലി വിജയം നേടി. പക്ഷേ സഹോദരനെതിരെ പോരാടിയതിന്റെ മനം നൊന്ത് ബാഹുബലി സന്യാസത്തിനു പോയി. അങ്ങനെ അറിവുകളും മറ്റും സമ്പാദിച്ച് മോക്ഷം നേടിയ ബാഹുബലിയെ ത്യാഗത്തിന്റെ പ്രതിപുരുഷനായി കണക്കാക്കപ്പെടുന്നു. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമസ്തകാഭിഷേകത്തിന് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ഒത്തുകൂടുന്നു. ഈ പ്രതിമയിൽ വെള്ളം, പാൽ, മഞ്ഞൾ, അരിപ്പൊടി, കരിമ്പ് നീര്, ചന്ദനം, കുങ്കുമം, സ്വർണം, വെള്ളി, പൂക്കൾ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ഗംഭീര ചടങ്ങാണ് മഹാമസ്തകാഭിഷേകം. ശ്രാവണബെലഗോളയിൽ നിന്നും 800-ലധികം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ 600 CE മുതൽ 1830 CE വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലാണ്. ഇവയിൽ വലിയൊരു ഭാഗം ചന്ദ്രഗിരിയിലും ബാക്കിയുള്ളവ വിന്ധ്യഗിരി കുന്നിലും പട്ടണത്തിലും കാണാം. ചന്ദ്രഗിരിയിലെ മിക്ക ലിഖിതങ്ങളും 10-ാം നൂറ്റാണ്ടിന് മുമ്പുള്ളതാണ്. ശ്രാവണബെലഗോള ക്ഷേത്ര സമയം രാവിലെ 6:30 മുതൽ 11:30 വരെയും വൈകിട്ട് 3:30 മുതൽ 6:30 വരെയുമാണ്. ഇനിയും വരാം കാണാൻ കാഴ്ചകളുമായി.